നാളെ മുതൽ ഇവിടെ ഈസ്റ്റർ ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേ. ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഈസ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. എഗ് ഹണ്ടിങ് ആക്ടിവിറ്റിയാണ് കേട്ടോ ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്ല് ഫുള്ള് പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ കല്ലുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി, ഇഷാനു ഉള്ളിലിരുന്നിട്ട് പ്രോഗ്രാമൊക്കെ കണ്ടു. ഇതിൽ കാണിച്ചിരിക്കുന്ന 3 പ്ലേസിലായിട്ട് എഗ്ഗ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മുടെ കുട്ടികളുടെ പേരുണ്ടായിരിക്കും. പേര് നോക്കിയിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. കുട്ടികളെല്ലാവരും തന്നെ നല്ല ത്രില്ലിലാണിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഞങ്ങൾക്ക് എന്തായാലും അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങളിതാ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും പോയി നോക്കി. ഇതൊക്കെ വേറെ കുട്ടികളുടെ പേരായിരുന്നു. അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് ഇഷാനുവിൻ്റെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗുകളാണ്. ഇതൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് നല്ല ഒറിജിനലായിട്ട് എഗ്ഗ് കൊടുക്കും കേട്ടോ. ലാസ്റ്റ് പരിപാടി അതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഓരോരോ എഗ്ഗ് വെച്ചിട്ട്, പുഴുങ്ങിയ എഗ്ഗാണ് കേട്ടോ, അത് കൊടുത്ത് പിള്ളേരെല്ലാവരും വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പോണ വഴിയിൽ മാർക്കറ്റിൽ കയറി. മാർക്കറ്റിൽ ഇന്ന് കപ്പ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറികളും കൂടെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. എന്നെ സഹായിക്കാൻ വേണ്ടി രണ്ടാളും അവിടെ കിടന്ന് അടി കൂടുമായിരുന്നു. ഞാൻ ഒരു വിധത്തിലൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഇന്ന് സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു 2 ആഴ്ചയ്ക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി.